എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ദൈവത്തിൻ്റെ പേരിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തിരുവചനം ഇതാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ആമേൻ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഭാഗം ഇതാണ്: ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ഈ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് എന്ന ആ വാക്കിനെ അതിൻ്റെ മൂലപദത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യാഹ്വേ ഖദോഷ്. ആമേൻ. യാഹ്വേ ഖദോഷ്. യാഹ്വേ ഖദോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന ദൈവം. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, എന്താ കുളിക്കുമ്പോൾ ഞാൻ ശുദ്ധി വരത്തില്ല. ഞാൻ തീർച്ചയായിട്ടും കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ അഴുക്കുകൾ മാറി ശുദ്ധി വരാൻ പറ്റും. എൻ്റെ വസ്ത്രം ഞാൻ കഴുകുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ കളഞ്ഞ് വസ്ത്രത്തെ ശുദ്ധീകരിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ആത്മീകവും ശാരീരികവും മാനസികവുമായ ഒരു പരിപൂർണമായ വിശുദ്ധി ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വന്തം കഴിവിനാലോ നമ്മുടെ ഇച്ഛാശക്തിയാലോ നമ്മുടെ വിൽ പവറിൽ നമുക്ക് പറ്റത്തില്ല. ആമേൻ. അതൊരു സത്യമായ കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിനകത്ത് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുക, നിങ്ങളെ വിശുദ്ധീകരിക്കുക എന്നെല്ലാം പറയുമെങ്കിലും ദൈവത്തിനറിയാം അവർക്ക് പരിപൂർണമായി അവരെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തെ പൂർത്തീകരിക്കാനായി അവസാനം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത്. മനുഷ്യന് സ്വന്തം കഴിവിൽ വിശുദ്ധനായി ജീവിക്കാൻ സാധിക്കില്ല. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ തൻ്റെ ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് ദൈവം ആ നിയമത്തെ പൂർത്തീകരിച്ച് നിത്യമായ ഒരു വിശുദ്ധി നമുക്ക് നൽകാനായിട്ട് ദൈവം തന്നെ യേശുവായി അവതരിച്ചു വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണിത്. മനുഷ്യന് സ്വന്തം കഴിവിൽ ഒരിക്കലും സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശുദ്ധീകരണം ഉറപ്പായും ആവശ്യമല്ല, അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? ഒറ്റ വഴി മാത്രമേ ഉള്ളൂ: കർത്താവായ യേശുവിൻ്റെ രക്തം. ആ രക്തം നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. തിരുവചനം പറഞ്ഞത് എങ്ങനെയാണ്? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവിൻ്റെ രക്തമാണ് നമ്മളെ പരിപൂർണമായി കഴുകി വിശുദ്ധീകരിക്കുന്നത്. അതായത് ദൈവം തന്നെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, നമ്മളല്ല. നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ കുറേ കാലം ചിലപ്പോൾ പാപം ചെയ്യാതെ നമ്മുടെ വിൽ പവറിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ചില പാപങ്ങൾ വിൽ പവറിൽ കുറച്ച് കാലം, മദ്യപിക്കുന്ന വ്യക്തികൾക്ക് വേണമെങ്കിൽ ഒന്ന് ബലം പിടിച്ച് കുറച്ച് ദിവസം കുടിക്കാതിരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഹോളി വീക്കെൻ്റെയൊക്കെ സമയത്ത്, നമ്മുടെ നോയമ്പ് സമയത്ത്, 50 നോയമ്പിൻ്റെയൊക്കെ സമയത്ത് ആൾക്കാർ മസിൽ പിടിച്ച് കുടിക്കാതിരിക്കും. പക്ഷെ നോയമ്പ് തീരുന്ന അന്ന് മുതൽ കുടിച്ചു തുടങ്ങും. അതിനർത്ഥം അവർക്ക് ഒരിക്കലും സ്വന്തം കഴിവിൽ പരിപൂർണമായിട്ട് ആ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്നാണ്. അതല്ലെങ്കിൽ മറ്റേത് തരം തിന്മയായാലും കുറച്ചു കാലം ഒന്ന് മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ പരിപൂർണമായി ആ പാപത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. കാരണം പരിപൂർണമായി അവർക്ക് അവരെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഞാനും ഇതേ അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ ടെസ്റ്റ് മണി കേട്ടിട്ടുള്ളവർക്കറിയാം, ഞാനും പാപത്തിനകത്ത് ജീവിച്ചിരുന്നവനായിരുന്നു. എനിക്ക് ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ആ ദൈവം വിശുദ്ധീകരിക്കുന്നവനായതുകൊണ്ട്, ആ ദൈവം യാഹ്വേ ഖദോഷ് ആയതുകൊണ്ട്, ആ ദൈവം വിശുദ്ധീകരിച്ച് നിലനിർത്തിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വിശുദ്ധീകരിക്കുന്നവനാണ്. ആ ദൈവം യാഹ്വേ ഖദോഷാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ വിശുദ്ധീകരിച്ച് നിലനിർത്താൻ സാധിക്കുമെന്ന്. ചില പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ആ പാപത്തിനകത്ത് വീണു പോകുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ, നമ്മുടെ കഴിവിനാൽ നമുക്ക് ആ പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല. പക്ഷേ യാഹ്വേ ഖദോഷാകുന്ന വിശുദ്ധീകരിക്കുന്ന ആ ദൈവം നിൻ്റെ മേൽ
തൻ്റെ കൃപ ചൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ പാപത്തിന് നമ്മുടെ മേൽ, നിങ്ങളുടെ മേൽ, എൻ്റെ മേൽ അവകാശം പറയുവാൻ സാധിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി, ആ വിശുദ്ധീകരണം നമ്മുടെ മേൽ വ്യാപരിക്കും. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം ഇങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. തൻ്റെ കൃപയാൽ അവിടെ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കും. പുതിയ നിയമത്തിനകത്ത് നമുക്കറിയാം എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച വലിയ അതിമഹത്തായ കൃപയാൽ അവിടുന്ന് നമ്മെ വിശുദ്ധീകരിച്ചു, പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. പഴയ നിയമത്തിനകത്ത് മനുഷ്യന് സാധിക്കാതിരുന്നത് പുതിയ നിയമത്തിനകത്ത് ദൈവം കൃപയാൽ കാണിച്ചു തന്നു. പഴയ നിയമത്തിനകത്ത് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞ യാഹ്വേ ഖദോഷ് വെളിപ്പെട്ടത് പുതിയ നിയമത്തിനകത്ത് കർത്താവായ യേശുവായിട്ടാണ്. അവൻ വിശുദ്ധീകരിച്ചു കാണിച്ചു. എങ്ങനെയാണ്? ഒരടയാളം കാണിച്ചു തരാം. ഇങ്ങനെയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ബൈബിളിൽ പറയുന്നുണ്ട്, രക്തസ്രാവമുള്ള വ്യക്തി, സ്ത്രീ ആരെയെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അവരശുദ്ധരാണ്. കാരണം അവളിലുള്ള അശുദ്ധി അവരുടെ മേലേക്കും പകരപ്പെടും. എന്നാൽ ആ അശുദ്ധയെന്ന് പറയപ്പെട്ടിരുന്ന രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ആ സ്ത്രീ കർത്താവായ യേശുവിനെ സ്പർശിച്ചപ്പോൾ യേശു അശുദ്ധനായില്ല. പകരം അവൻ്റെ മേലുള്ള പരിശുദ്ധി അവളുടെ മേലേക്ക് പകരപ്പെടുകയും അവൾ പവിത്രീകരിക്കപ്പെടുകയും, അതായത് അവൾ വിശുദ്ധീകരിക്കപ്പെടുകയും സൗഖ്യമാക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ദൈവം ഒരാളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരടയാളം. ബൈബിളിനകത്ത് നമുക്ക് പലയിടങ്ങളിലും കാണാൻ പറ്റും. ഇത് മരിച്ചവരുടെ വീടുകളിൽ മരിച്ച മൃതദേഹത്തെ സ്പർശിക്കാൻ പാടില്ല. മരിച്ച മൃതദേഹത്തെ ഒരു മൃതദേഹത്തെ ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ അശുദ്ധനായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു യുവാവിൻ്റെ ശവവും കൊണ്ടുള്ള ആ വിലാപയാത്രയിൽ ചെന്ന് ആ നായിനിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചത്തിൽ തൊട്ട് നിർത്തി. യേശു അശുദ്ധനായില്ല, പകരം തൻ്റെ മേലുള്ള ജീവൻ ആ ജഡത്തിന് മേലേക്ക് പകർന്നുകൊണ്ട് ആ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ, ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ അറിയിക്കാം, ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മൾ വിശുദ്ധിയിലായിരിക്കുന്നത് കൊണ്ടല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരിക്കലും നമ്മുടെ വിശുദ്ധിയിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള കരുണയെ പ്രതി, സ്നേഹത്തെ പ്രതി ആ ദൈവം തൻ്റെ സാന്നിധ്യം നമ്മുടെ മേലേക്ക് പകർന്നുകൊണ്ട് അവൻ നമ്മളെ വിശുദ്ധീകരിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്ക് പകരപ്പെടുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം കഴിവിൽ വിശുദ്ധരാകാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലേക്ക് പകർന്നു കഴിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലേക്ക് വ്യാപരിക്കുന്ന സമയങ്ങളിൽ തന്നെ തൻ്റെ പരിശുദ്ധി നമ്മുടെ മേലേക്ക് നിറയും. അങ്ങനെ അവൻ നമ്മെ വിശുദ്ധീകരിക്കും. യേശയ്യ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിർഭകനായ മനുഷ്യൻ, എന്നതാ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കുടിൽ കൊണ്ട് തീ പോലുള്ള കനലെടുത്ത് പ്രവാചകൻ്റെ നാവിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. യേശയ്യായ്ക്ക് നന്നായിട്ടറിയാം അദ്ദേഹം അശുദ്ധനാണെന്ന്. എന്നാൽ അദ്ദേഹം സ്വയം വിശുദ്ധീകരിക്കുന്നതിന് പകരം ദൈവം തന്നെ അദ്ദേഹത്തെ വിശുദ്ധീകരിച്ചു. എന്നിട്ടാണ് തൻ്റെ വേലയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയില്ല, ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. ഏത് തരം പാപത്തിൽ നിന്നും, ഏത് തരം തിന്മയിൽ നിന്നും, ഏത് തരത്തിലുള്ള പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും ഈ യാഹ്വേ ഖദോഷായവൻ നമ്മെ വിശുദ്ധീകരിക്കും. തൻ്റെ പരിശുദ്ധി പരിപൂർണമായി നമ്മുടെ മേലേക്ക് പകർന്നുകൊണ്ട് ദൈവിക വിശുദ്ധിയിൽ ജീവിക്കാൻ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കും. ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിനകത്തിരിക്കട്ടെ. നമ്മൾ സ്വന്തം കഴിവിനാൽ വിശുദ്ധീകരിക്കുന്നതല്ല, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതുമല്ല. ദൈവം തൻ്റെ കാരുണ്യത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുന്ന് നമ്മോട് കാണിച്ച മഹത്തായ കരുണയാൽ നമ്മളെ വീണ്ടെടുത്തു, വിശുദ്ധീകരിച്ചു, മക്കളാക്കി മാറ്റി. കർത്താവായ യേശുവിൻ്റെ രക്തം നമ്മെ കഴുകി വിശുദ്ധീകരിച്ചു. ആമേൻ. ഈ ബോധ്യം, ഈ വെളിപാട് നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും നിറയട്ടെ. എത്രത്തോളം ഈ വെളിപാട് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നുവോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധി നിങ്ങളുടെ മേൽ പകരപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ വെളിപാടിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വെളിപാടിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നവനാണ്. ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല. വിശുദ്ധീകരിക്കുന്ന ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മേലുള്ള ആ ദൈവത്തിലുള്ള വിശുദ്ധി നമ്മുടെ മേലേക്കും പകരപ്പെടും എന്നുള്ള പൂർണ്ണമായ ഉറച്ച ബോധ്യത്തിൽ ജീവിക്കാം. കർത്താവിൻ്റെ കാലം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.